എല്ലാ അഭിഷേകങ്ങളുടെ നടുവിലും കർത്തൃസാന്നിധ്യം ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ മഹത്വം വെളിപ്പെടുവാൻ തുടർന്ന ദിവസം പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ അതിപ്രധാനമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2-3 കാര്യങ്ങളൊന്ന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം വളരെ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അത്ഭുതം എന്ന വാക്ക് യോഹന്നാന്റെ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൽ ഇല്ല. അതിന് പകരമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളം എന്ന വാക്കാണ്, അത്ഭുതത്തിന് പകരമായിട്ട് അടയാളം എന്ന വാക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ അതിപ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് ഏവർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ 2-ാം അധ്യായം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കുക. കാനാവിലെ വീട്ടിൽ നടക്കുന്ന അതായത് ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കാനാവിലെ അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കാനാവിലെ വീട്ടിൽ നടക്കുന്ന കല്യാണം അതായത് വരൻ തന്റെ ഭവനം പണിതതിനു ശേഷമാണ് വിവാഹം നടക്കുന്നതെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് രാത്രിയിലാണ് വിവാഹം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളിൽ അവരുടെ വിരുന്നുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ആഘോഷങ്ങളിൽ ഒന്നാണ് വീഞ്ഞ് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ കാനാവിലെ വീട്ടിൽ നടക്കുന്ന 3 സംഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചില സന്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. തെളിവായിട്ട് അതിനൊത്തിരി തെളിവുകളുണ്ട്. ശിയാപ്രവചനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ആ വാക്യത്തിൽ 5:12 പറയുന്നത്, അവരുടെ വിരുന്നുനാളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീണയും ഉണ്ട്. ഇല്ലേ? അവരുടെ വിരുന്നുനാളിൽ അവിടെ എഴുതിയിരിക്കുന്നത് കിന്നരമുണ്ട്, വീണയുണ്ട്, തപ്പുണ്ട്, കുഴലുണ്ട്, വീഞ്ഞുണ്ട്. അപ്പൊ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിന് സ്തോത്രം, വളരെ ചിന്തനീയമായ കാര്യമാണ് വീഞ്ഞ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീഞ്ഞെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ശ്രദ്ധിച്ച് കേവലം അവർക്ക് അതിനെ മുന്തിരിച്ചാറായിട്ട് കാണുവാനായിട്ട് എന്ത് ചെയ്യുകയില്ല, യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദനെ സംബന്ധിച്ചത് കാണാനായിട്ട് കഴിയുകയില്ല. പ്രത്യുത ദൈവിക അനുഗ്രഹമായിട്ടാണ് വീഞ്ഞിനെ അവരെന്ത് ചെയ്യുന്നത് കാണുന്നു എന്നുള്ളത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തെളിവായിട്ട് ഞാൻ പറയാം. അതായത് വിശദീകരണത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 28-ൽ കാണുന്ന ഒരു വാക്യമുണ്ട്. എന്താ? അവര് ദൈവിക അനുഗ്രഹമായിട്ടാണ്, അല്ലെങ്കിൽ വീഞ്ഞ് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് ദൈവിക അനുഗ്രഹമായിട്ടാണ് കാണുന്നു എന്നുള്ളതിന് തെളിവാണ് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തിരുമാറാകട്ടെ. അപ്പൊ എന്താ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് അവർക്ക് എന്താ പറഞ്ഞേ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ? അവർക്ക് അതൊരു ദൈവിക അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കർത്താവിന് സ്തോത്രം. വളരെ ചിന്തനീയമായ കാര്യത്തിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വീഞ്ഞ് കൊടുക്കുന്നത് ദൈവമാണ്, അതൊരു അനുഗ്രഹമായിട്ടാണ് ഈ വാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് അതായത് പ്രിയരെ, പാലസ്തീൻ അല്ലെങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ സ്തോത്രം മലകളും താഴ്വരകളും കുന്നുകളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പാലസ്തീന്റെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ നിങ്ങൾ ശക്തിയോടുകൂടി ആയിരുന്നിട്ട് കർത്താവിന്റെ സ്തോത്രം, മുന്തിരി കൃഷിക്ക് അതായത് യോഗ്യമല്ലാത്തൊരു സ്ഥലമാണ് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലം. അല്ലെങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ച് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, അത് കുന്നുകളും താഴ്വരകളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതിന് തെളിവായിട്ട് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ പ്രിയതമന് കുന്നിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു, പാലസ്തീന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കുന്നുകളിലും ഈ സ്ഥലങ്ങളിലൊക്കെ മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമല്ലായിരുന്നു എന്ന് യെശയ്യാ പ്രവചനം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്തു. എന്നാൽ ഈ സ്ഥലത്തിൽ അവർ മുന്തിരി കൃഷി ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, ആ അനുഗ്രഹം, ആ ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് കാണുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവര് മുന്തിരി കൃഷി ചെയ്യുമ്പോൾ കുന്നുകളിൽ നമുക്കറിയാം, കുന്നുകളിലും താഴ്വര ഭൂപ്രകൃതി അനുസരിച്ച് കുന്നുകളും താഴ്വരകളും കൊണ്ട് നിറഞ്ഞ ആ സ്ഥലത്ത് കുന്നുകളിൽ ഒരു മുന്തിരി കൃഷി ചെയ്യുന്ന ആ സന്ദർഭത്തില് വേദപുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ അല്ലായിരുന്നിട്ടും അവരെന്ത് ചെയ്യുമായിരുന്നു, മുന്തിരി കൃഷി അവർ ചെയ്യുമായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാരണം കുന്നുകളിലൊക്കെ
മലകളിലൊക്കെ മുന്തിരി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥ, ശക്തമേറിയ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ശക്തമേറിയ കാറ്റിന്റെ നടുവില് ഈ മുന്തിരി കൃഷി എന്ത് ചെയ്യുമായിരുന്നു? അതായത് ഈ കാറ്റിന്റെ ശക്തിയുള്ള ഈ കാറ്റിന്റെ അടിസ്ഥാനത്തില് മണ്ണുകൾ എന്ത് ചെയ്യും? അവിടെ ഇവിടെ നമുക്കറിയാം, മരുഭൂമിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അതായത് സ്തോത്രം ചെയ്യുന്നു, സൗദിയിലും ദുബൈയിലും മറ്റുള്ള മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഈ കാറ്റ് വരുന്ന സമയത്ത് ശക്തമേറിയ കാറ്റിന് നടുവിൽ ഈ മണ്ണ് എന്ത് ചെയ്യുമായിരുന്നു? ഈ കാറ്റിന്റെ ശക്തിയാൽ പല സ്ഥലങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. ഇതുപോലെയാണ് ശക്തമേറിയ കാറ്റിന്റെ നടുവില് മുന്തിരി കൃഷി ഇവര് ചെയ്യുന്ന ആ സന്ദർഭത്തില് കാറ്റടിച്ച് മണ്ണുകൾ ഈ മുന്തിരി കൃഷിയുടെ അല്ലെങ്കിൽ ആ ചുവട്ടിൽ എന്ത് ചെയ്യും? കുന്നുകൂടി കിടക്കുമായിരുന്നു. എന്നോട് നിങ്ങൾ ഉണ്ടല്ലോ, കുന്നുകൂടി കിടക്കുമ്പോൾ അവർ ദൈവത്തോട് എന്ത് ചെയ്യുമായിരുന്നു? കാരണം അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? മുന്തിരി കൃഷി ചെയ്തിരിക്കുന്ന ഇതിന് ഫലം എടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമോ എന്നുള്ള വേദനയോടുകൂടി അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥിക്കുന്നതിന്റെ ആ വെളിച്ചത്തിൽ അവരുടെ കണ്ണുനീരിന്റെ നടുവിലും പ്രാർത്ഥനയുടെ നടുവിലും ദൈവം അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? സ്തോത്രം ചെയ്യുന്നു, മുൻമഴ അയക്കുന്നത് പോലെ തന്നെ പിന്മഴയും അയക്കുമായിരുന്നു. എന്നോട് നിങ്ങൾ ഉണ്ടല്ലോ, മുൻമഴ അയച്ചതുപോലെ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? പിന്മഴ അയച്ച ആ ശക്തമേറിയ മഴയുടെ നടുവില് കുന്നുകൂടി കിടക്കുന്ന, അല്ലെങ്കിൽ മുന്തിരിയുടെ ചുവട്ടിൽ ആ ചെടിയിൽ അത് ചുവട്ടിൽ കുന്നുകൂടി കിടക്കുന്ന ആ മണ്ണ് ഈ മഴയുടെ നടുവിൽ ഉരിച്ചു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ നടുവിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ മുന്തിരി കൃഷി സ്തോത്രം ചെയ്യുന്നു, മനോഹരമായിട്ട് അവർക്ക് വിളവെടുക്കുവാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. അതവർക്ക് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? പറഞ്ഞിട്ട് കേവലം അവർക്ക് മുന്തിരിയായിട്ടല്ല അവരെ കാണുന്നത്. ഈ മുന്തിരിച്ചാറ്, ഈ വീഞ്ഞ് അവർ ദൈവിക അനുഗ്രഹമായിട്ട് അവർ കാണുമായിരുന്നു. ഉണ്ടല്ലോ, കർത്താവിന്റെ സ്തോത്രം. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ചത് മുഖാന്തരമായിട്ട് ആ പാലസ്തീൻ അല്ലെങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ച് അത് അനുയോജ്യമായ കാലാവസ്ഥ അല്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയില് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ട് പിന്മഴ അയച്ച് അത് ഫലമായി തീരുന്നതുപോലെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മുന്തിരിച്ചാറ് അവരെ എന്തായിരുന്നു? അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി നോക്കിക്കേ, വേദപുസ്തകത്തിനകത്ത് ഖാനാവിലെ വീട്ടില് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, വളരെ പ്രാർത്ഥനയോടൊന്നും നമുക്കായിരിക്കാം. ഖാനാവിലെ വീട്ടിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള് ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ശാന്തമായി പഠിച്ചാൽ മതി. കർത്താവിന്റെ സ്തോത്രം. വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവിക അനുഗ്രഹത്തിന്റെ ഒരടയാളമാണ് വീഞ്ഞ് എന്നുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഖാന എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം, ആശേർ ഗോത്രത്തിന് അവകാശമായി കൊടുത്ത ഒരു മണ്ണാണ് ഈ ഖാന എന്ന് പറഞ്ഞ സ്ഥലം. മനസ്സിലാകുന്നുണ്ടോ? നന്നായി മുന്തിരി കൃഷി വിളയുന്ന സ്ഥലമാണ് ഈ ഖാന എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഇവർക്ക് കിട്ടിയ മണ്ണില് മുന്തിരി കൃഷി ചെയ്ത് അതിൽ നിന്നും ഉണ്ടാക്കിയ വീഞ്ഞാണ് ഈ ഭവനത്തിൽ എന്ത് ചെയ്തത്? തീർന്നു പോകുവാനിടയായി തീർന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഖാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഖാനാവിലെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശമായി കിട്ടിയ ആ മണ്ണ്, അത് മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമായിരുന്നു ഈ ഖാന എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ എന്താ സംഭവിച്ചത്? അവരുടെ പ്രതീക്ഷയ്ക്ക് അതായത് വിപരീതമായിട്ടാണ് ആ ഭവനത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നത്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലിനോട് ദൈവവചനത്തിൽ കൂടി ദൂതായി ഞാൻ സംസാരിക്കട്ടെ. ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഭാരപ്പെട്ടു പോകരുത്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ഓർക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവാത്മാവിന്റെ വെളിപ്പാടാണ് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത ഖാനാവിലെ വീട്ടില് പ്രതീക്ഷിക്കാത്ത സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരാം. സ്തോത്രം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പൊ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള് ജീവിതത്തിൽ തീർന്നു പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്ല അവരെന്ത് ചെയ്തത്? സ്തോത്ര വീഞ്ഞൊരുക്കിയത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ വീഞ്ഞ് അനുഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ അടയാളമായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർക്കുണ്ടായ ആ ഭാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. അപ്പൊ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, അതിന്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ധൈര്യം കൈവിട്ടു പോകരുത്. കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിന്റെ അചഞ്ചലമായിട്ടുള്ള ഒരാശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നാട്ടിൽ വെളിപ്പെടുകയുള്ളൂ.
ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നു. റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പായിട്ട് പുസ്തകത്തിനകത്ത് വായിക്കുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അയൽരാജ്യം തന്റെ രാജ്യത്തോട് യുദ്ധം ചെയ്ത് അതായത് 7 പ്രാവശ്യം തന്റെ ജീവിതത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജാവായിരുന്നു റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന രാജാവ്. ഇതിനോടുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. 7 പ്രാവശ്യം പരാജയപ്പെട്ട 7ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ട സന്ദർഭത്തില് താനെന്ത് ചെയ്തു? തന്റെ രാജ്യം വിട്ട് ഓടി സ്തോത്രം ചെയ്തു വേറൊരു സ്ഥലത്തേക്ക് ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുവാനിടയായിത്തീർന്നു. ആ ഗുഹയിൽ അഭയം പ്രാപിച്ച് വളരെ നിരാശനായിട്ട് പ്രതീക്ഷിക്കാത്ത സംഭവമാണ് തന്റെ ജീവിതത്തിൽ വന്നത്. വളരെ നിരാശനായിട്ട് വളരെ ഭാരത്തോടു കൂടി ആ ഗുഹയിൽ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം ചെയ്യുന്നു, ഒരു ചിലന്തി ഗുഹയുടെ കവാട ഫ്രണ്ടിൽ ഇങ്ങനെ വല കെട്ടുന്നതായിട്ട് താനിങ്ങനെ കാണുകയാണ്. നിങ്ങൾ എന്നോടുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. ചിലന്തി വല കെട്ടിക്കൊണ്ടിരിക്കുന്നു. താൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം വലകെട്ടി ചിലന്തി പരാജയപ്പെട്ടു. അങ്ങനെ 1ഉം 2ഉം പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ ആ ചിലന്തി മുഖാമുഖത്ത് വലകെട്ടി പരാജയപ്പെട്ട് അവസാന പരാജയത്തിന്റെ നടുവില് അത് വിജയിക്കുവാനിടയായി. ആ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ചിലന്തി വലകെട്ടി പ്രാരംഭത്തിൽ പരാജയപ്പെട്ട് വർദ്ധിത വീര്യത്തോടു കൂടി എന്ത് ചെയ്തു? അത് പൂർത്തീകരിക്കുവാനിടയായി തീർന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു ഈ പരാജയത്തിന്റെ നടുവിലും ജയിക്കുവാൻ കഴിയാത്തത്? നിങ്ങൾ എന്നോടുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. 1ഉം 2ഉം 3ഉം പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചിട്ട് മടുത്തവരെന്ന് പകൽക്കാരന്റെ നടുവിലുണ്ട്. കർത്താവേ, എത്ര പ്രാവശ്യം ദൈവസനെ പ്രാർത്ഥിച്ചു. ഞാൻ മടുത്തവരായിട്ട് ദൈവസനെ ഇരിക്കുന്നെങ്കിൽ അവരോട് ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടി ദൂതായി സംസാരിക്കുന്നത് പരാജയം നിങ്ങൾക്ക് എന്തായി തീരും? ഒരു ജയമായിട്ട് വെളിപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞാണ്ട് സ്തോത്രം ചെയ്തിട്ട് ഇന്ന് പകൽക്കാലം വർദ്ധിത വീര്യത്തോടു കൂടി ആ റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്തു? വീണ്ടും തനിക്കെതിരെ യുദ്ധം ചെയ്ത അയൽരാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ജയമായി മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയം ഓർത്ത് നീ ഭാരപ്പെട്ടു പോകേണ്ട. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നടുവിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. സ്തോത്രം പറഞ്ഞിട്ട് സ്തോത്രം ഇഷ്ടാന്തമായി പറയാം. 2 കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. അത് വായിക്കണ്ട കേട്ടോ. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വാക്യമുണ്ട്, പൗലോസ് അതേന വിട്ടു എന്നൊരു വാക്യമുണ്ടല്ലേ. ആ വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതിന്റെ വിശദീകരണം ആ ഭാഗം താഴോട്ട് വായിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി വായിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഈ വാക്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലെങ്കിലും ഒന്നുകൂടി ഇതിനകത്ത് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ അവിടെ 2 കഥാപാത്രങ്ങളെ അവിടെ കാണുന്നുണ്ട്. ആർക്ക്? അക്വിലായും പ്രിസ്കില്ലയെ കുറിച്ച് അവിടെ കാണുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഇവർ രണ്ടുപേരും അത് ജോലിയോടുള്ള ബന്ധത്തില് ആ ഭാഗം ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ ജോലിയോടുള്ള ബന്ധത്തില് അവർ ഇറ്റലിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തിനാ അവർ വന്നതെന്നറിയാമോ? ഇറ്റലിയിൽ നല്ലൊരു ജോലി കിട്ടി അത് മുഖാന്തരമായിട്ട് അവർ എന്ത് ചെയ്തു? ഈ അക്വിലായും പ്രിസ്കില്ലയും ഇറ്റലിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇറ്റലിയിൽ വന്നപ്പോൾ ഇതിനേക്കാൾ ഒരു മെച്ചമായ ജോലി അവർക്ക് ലഭിച്ചത് മുഖാന്തരമായിട്ട് അവർ റോമിലേക്ക് എന്ത് ചെയ്തു? വന്നു. ഉണ്ടല്ലോ സ്വന്തം റോമിലേക്ക് വന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന റോമൻ കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. യഹൂദന്മാരായവരെല്ലാവരും ഈ രാജ്യം വിടണം. നിങ്ങൾ നോക്കിക്കേ, ഇറ്റലിയിൽ നല്ല ഒരു ജോലി, സാമാന്യ ഒരു ജോലി ഉണ്ടായിരുന്നു. അതിനേക്കാൾ മെച്ചമായ ഒരു ജോലി എവിടെ കിട്ടി? റോമിൽ കിട്ടിയപ്പോൾ പെട്ടെന്നൊരു നിയമം അവിടെ വന്നു, ഒരു ആജ്ഞ വന്നു. അന്ന് അവിടെ ഭരിച്ചിരുന്നതായ റോമൻ കൈസർ പറഞ്ഞു, അതായത് റോമിലായിരിക്കുന്ന യഹൂദന്മാരെല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യുന്നു? പെട്ടിയും പെട്ടിക്കകത്ത് തുണിയെല്ലാം മടക്കി, പെട്ടിയും പ്രമാണമെല്ലാം മടക്കി ഇവർ എവിടേക്ക് വന്നു? കൊരിന്തിലേക്ക് വന്നതാണ് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നല്ല ജോലിയും പ്രിയപ്പെട്ടവരെ നല്ല ഉയർച്ചയൊക്കെ അവർക്കുണ്ടായപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ദുരനുഭവം അവർക്ക് എന്ത് ചെയ്തത്? പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളില് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം പറ, എല്ലാം നന്മയ്ക്കായി ഉറച്ച് നമ്മൾ മുന്നോട്ട് പോകണം. സ്വന്തം പറയാൻ പറ്റുമോ? ഒരു താഴ്ച നമുക്കുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട് പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കടന്നാലും, അത് നീ നദിയിൽ കൂടി കടന്നാലും, നീ തീയിൽ കൂടി നടന്നാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് ശക്തമായി വെളിപ്പാട് പറയട്ടെ. പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ പ്രസ്കില്ലായുടെ ജീവിതത്തില് ദുരനുഭവം വന്നപ്പോൾ അവൻ ദൈവങ്ങളെ ആശ്രയിച്ചു മുന്നോട്ട് പോയിരുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തില് അവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യേശുവിന്റെ നാമത്തിലെ വെള്ളത്തിൽ കൂടി നടന്നാൽ സ്തോത്രം, തീയിൽ കൂടി നടന്നാൽ ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. വെള്ളത്തെക്കായും അല്പം കൂടെ കൂടുതലാണ് നദി. നദിയിൽ കൂടി പോയാലും അടുത്തത് നദിയേക്കായും കൂടുതലാണ് അതായത് അഗ്നി. തീയിൽ കൂടി പോയാലും ഞാൻ നിന്റെ കൂടെ. അപ്പൊ ഇതിൽ കൂടിയൊക്കെ പോയാലും ഞാൻ നിന്റെ കൂടെ. ഒരുമിച്ച് പറഞ്ഞാട്ട് മാധവസത്തിൽ പറയുന്നത്, ചുഴലിക്കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും ഇടയിൽ യഹോവയുടെ വഴിയുണ്ട്. സ്വന്തം ചെയ്യുന്നു. പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടി കൂടി പറയട്ടെ, അതിന്റെ നടുവിൽ വഴിവെട്ടുന്നവരാണ് നമ്മുടെ ദൈവം. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ചിലർ വെളിപ്പാടാണ് പറയുകയാണ്, ശക്തമായ ദൂതായി സംസാരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇന്ന് പകൽക്കാലം ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോഴും പ്രതീക്ഷിക്കാത്ത സംഭവം വന്നപ്പോഴും അവർ ദൈവത്തിന് ആശ്രയിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പരാജയങ്ങൾ വരുമ്പോൾ, ചില താഴ്ചകൾ വരുമ്പോൾ സ്തോത്രം. ഞാൻ പറഞ്ഞ ദൂരത്ര പേർക്ക് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമുണ്ട്, നിങ്ങൾക്കറിയാമോ? അതിനെ സ്വർണ്ണഗീതം എന്നാ പറയുന്നത്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അതിനെ സ്വർണ്ണഗീതം എന്ന് പറയുന്നത്? ആർക്കെല്ലാം പറയാമോ? സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ പല സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രാരംഭത്തിൽ എഴുതിയിട്ടുണ്ട് സ്വർണ്ണഗീതം. സ്തോത്രം, സ്തോത്രം. എന്താ അങ്ങനെ സ്വർണ്ണഗീതം എന്ന് പറയാൻ കാരണം എന്താ? സ്തോത്രം. അടുത്ത് നശിപ്പിക്കരുതേ എന്ന രാഗം, ഇതൊരു സ്വർണ്ണഗീതമാ. എന്താ പറയാൻ കാരണം? സ്തോത്രം. നമുക്കറിയാം ശമനും കൂട്ടരും ദാവീദിനെ ഓടിച്ച ആ സന്ദർഭം അല്ലേ? എന്നോടുണ്ടല്ലോ നിങ്ങള്. മരുഭൂമിയും അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടിയൊക്കെ ഭക്തൻ കടന്നുപോയ ആ സന്ദർഭത്തിൽ ഭക്തൻ പറയുകയാണ്, എന്താ ഹലോ നിങ്ങൾ നോക്കിയിട്ട് നശിപ്പിക്കരുതേ, ഓടുക. സ്തോത്രം. അതൊരു രാഗമല്ലേ? നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഭക്തൻ എഴുതുകയാണ്. എന്താ? സ്വർണ്ണഗീതമാണ് എന്ന് പറഞ്ഞാല് കഠിനമേറിയ ശോധനയിൽ കൂടി ഭക്തൻ കടന്നുപോയപ്പോൾ ഭക്തൻ ഗുണക്കാരം അടക്കിക്കൊണ്ട് ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവരായിരുന്നു. അവൻ 7 നേരം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, കരയുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് പറയുവാനുണ്ട്. സ്വർണ്ണം ചെയ്യുന്നു. ഇതൊരു സ്വർണ്ണമാണ്, ഇതൊരു വിലപ്പെട്ടതാണ്. സ്വത്രം പറ, സ്വത്രം പറ. വാ തുറന്നൊന്ന് സ്വത്രം പറയാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. സ്വത്രം പറ, സ്വത്രം. ക്ലാസ് പോലെ എടുക്കാനാണ് എടുക്കുക. ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ. വചനം അകത്ത് കയറുമ്പോൾ വിടുതല ഒരു ആത്മാവിന്റെ ശുശ്രൂഷയിൽ ഫലപ്രദമാകുകയുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഭക്തന് അവൻ നശിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തൻ ഓടിക്കൊണ്ട് പറയുകയാണ്, ഇതൊരു സ്വർണ്ണഗീതമാണ്. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറയുന്നത്, ഈ ആപത്തുകളൊഴിഞ്ഞു പോകുമ്പോണം കർത്താവേ എന്നെ ചിറകിന്റെ മറവിൽ അങ്ങ് സൂക്ഷിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. നമ്മളൊരു താഴ്ചയുണ്ടെങ്കിൽ പ്രിയരെ ഒരു ഉയർച്ചയുണ്ടാകും. സ്തോത്രം. ഹാനാവിലെ വീട്ടിലെ ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ചിലത് അനുഭവിക്കാം. രണ്ടാമത്തെ പാഠം,
ഒന്ന് രണ്ട് കമ്പി വാദ്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാനാവിലെ വീട്ടിൽ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം മാനുഷിക കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. സ്വത്രം പറ. വളരെ പ്ലാൻ ചെയ്ത് ഒരു വിവാഹമായിരുന്നു ഈ വീട്ടിലെ വിവാഹം എന്ന് പറഞ്ഞു. ഇന്നലെ ആലോചിച്ച് ചെയ്ത ഒരു വിവാഹമല്ലായിരുന്നു. പ്രത്യുത മാസങ്ങളോ വർഷങ്ങളോ പ്ലാൻ ചെയ്ത ഒരു വിവാഹമായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു യഹൂദന്റെ വിവാഹം ഒരു വരനെ സംബന്ധിച്ചിടത്തോളം വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിയും വിവാഹം കഴിയണമെങ്കിൽ. കാരണം എന്തുകൊണ്ട് ഒരു വരൻ ഭവനപ്പണി പൂർത്തീകരിച്ചതിന് ശേഷമേ വിവാഹം കഴിക്കാറുള്ളൂ. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ ഇത് സ്തോത്രം ചെയ്യുന്നു മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് പ്ലാൻ ചെയ്ത ഒരു വിവാഹമാണ് സ്തോത്രം ചെയ്തത്. പക്ഷെ എന്താ സംഭവിച്ചത്? കർത്താവ് കണക്കുകൾ തെറ്റാതിരിക്കുവാനായിട്ട് ഒരു നല്ല വിരുന്നുവാരിയും കൂടെ എന്ത് ചെയ്തു? അവിടെ വിളിച്ചു. കണക്കൊന്നും തെറ്റാൻ പാടില്ല. ഇത്ര പേരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വിരുന്നുവാരിയും കൂടെ എന്ത് ചെയ്തു? വിളിച്ച ഭവനത്തിൽ. എന്തിനു വേണ്ടിയിട്ടാ? കണക്കുകൾ തെറ്റാൻ പാടില്ല. സ്വത്ര. എന്നാൽ ഞാൻ പറയട്ടെ, മാനുഷിക കണക്കുകളെല്ലാം തെറ്റിപ്പോയി. സ്വത്രം പറ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് തരട്ടെ. മാനുഷികമായിട്ടുള്ള കണക്കുകൾ ഒരു പക്ഷെ തെറ്റിപ്പോകാം. സ്വത്രം ചെയ്യുന്നു. എന്നാൽ നിനക്ക് ഇന്ന് പകൽക്കാലം ആ തെറ്റി പോകുന്ന അതിന്റെ നടുവിലാണ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. സ്തോത്രം, 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 ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുക. കർത്താവ് തന്നെ ഭൗമിക കാലത്ത് ശുശ്രൂഷ സിംഹഭാവവും ശുശ്രൂഷ ചെയ്തിരുന്നത് നമുക്കറിയാം. സ്തോത്രം ചെലവാക്കി അല്ലെങ്കിൽ ചെലവഴിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ ഗലീല അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം സ്തോത്രം ചെയ്ത് യൂദ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കർത്താവ് വിളിച്ച് വേർതിരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഗലീല പ്രദേശം എന്ന് പറയുന്നത്. നമുക്ക് ഏവർക്കും ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ശുദ്ധജല തടാക നദിയായിരുന്നു ഈ ഗലീല. ഗലീല എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ ഗലീല എന്നും തിബരിയാസ് കടലെന്നും ഗെന്നസ്രേസ് തടാകമെന്നും ഒക്കെ പറയുന്നത് ഏകദേശം ഒരു നാമം തന്നെയാണ്. കർത്താവിന്റെ സ്തോത്രം. ഈ സ്ഥലത്ത് നമുക്കറിയാം ബേത്സയിദ എന്ന ഗ്രാമത്തിലാണ് ശീമോൻ ജനിച്ചു വളർന്നു എന്നുള്ളത് ബൈബിൾ നമ്മളെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ സമയത്ത് അന്ത്രയോസ് ദൈവകൃപയിലേക്ക് വരുന്നതിനെ കുറിച്ച് ബൈബിൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ അന്ത്രയോസ് ആണ് പ്രിയപ്പെട്ടവരെ അതായത് ശീമോനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശീമോനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന സംഭവം നിങ്ങൾക്കറിയാം. കർത്താവിന്റെ സ്തോത്രം. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിന്റെ അർത്ഥം അവനെ ആ പേര് മാറ്റുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനെ അടിമുടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് യേശുവെ വിളിക്കുന്നില്ലേ? ദൂരെ നിന്ന് അന്ത്രയോസ് ശീമോനെ കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വിളിച്ചു പറയുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇന്ന് മുതൽ നിന്റെ പേര് ഈ പേരെല്ലാം കേഫ എന്നായി മാറും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശീമോൻ എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്തവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കേഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുപ്പമുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഉറപ്പില്ലാതെ, വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ ആടിയും കുലഞ്ഞ് നിൽക്കുന്ന ഒരുപാടുള്ള സഭയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഞായറാഴ്ച മഴയാണെങ്കിലും വരാത്ത ഒത്തിരി അങ്ങോട്ട് സ്തോത്രം പറയുന്നില്ലല്ലോ. സ്തോത്രം കുറയല്ലേ? സ്തോത്രം. എവിടെങ്കിലും ഇച്ചിരി മഴ തോന്നാൽ മതി. നിങ്ങളാരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു. എവിടെങ്കിലും ഇച്ചിരി പ്രശ്നം ഉണ്ടായാൽ മതി, സഭായോഗം മുടക്കി എന്ത് ചെയ്യും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരാടി ഒലഞ്ഞു നിൽക്കുക. വിശ്വാസത്തിൽ സ്ട്രോങ് അല്ല. അവനെ ആ സാത്താൻ അവകാശം പറയുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വെളിപ്പാടാ. സ്തോത്രം ചെയ്യുന്നു. ഉറപ്പുള്ളവരാണ്. അതായത് പത്രോസ് ആ പേര് മാറ്റിയിട്ട് അവൻ എന്താക്കി മാറ്റി? പറഞ്ഞേ എന്താ ഉണ്ടോ? സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. സ്തോത്രം പറഞ്ഞു പോയി. അവരുടെ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ആടി വലഞ്ഞു ഒന്ന് നിൽക്കരുത്. അങ്ങനെ എത്രയോ പ്രാവശ്യങ്ങൾ ദൈവത്തിൽ കൂടി പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്താൽ എങ്ങനെയാ ദൈവമക്കൾ സ്തോത്രം പറയാതിരിക്കുന്നത്? സ്തോത്രം. വിശ്വാസത്തിൽ സ്ട്രോങ് അല്ലെങ്കിൽ
മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? വിശ്വാസത്തിൽ ഉറപ്പില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തകർന്നു പോകും. നമ്മൾ നിശ്ചയമായിട്ടും ആ വലിയൊരു കുഴിയിലേക്ക് പട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്, കർത്താവ് അവനെ അടിമുടി നോക്കി. അവനെ നോക്കിയപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? നീ ആടി മുലഞ്ഞു നിൽക്കുന്നവനാണ്. സ്വത്രം പറ. വിശ്വാസത്തിൽ സ്ട്രോങ് അല്ല. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നത്, ഇന്ന് മുതൽ ഞാൻ നിന്നെ എന്താക്കി മാറ്റുന്നു? പറഞ്ഞാട്ട് കടുപ്പമുള്ളവനാക്കി, ഉറപ്പുള്ളവനാക്കി ഞാൻ നിന്നെ മാറ്റിയിരിക്കുക. ഹലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഉറപ്പുള്ള ഒരു വിശ്വാസിയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം പറ, സ്തോത്രം പറ. ധൈര്യമുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. നമുക്കറിയാം, ആരും വായിക്കേണ്ട, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഉറപ്പുള്ളവനായിട്ട് തിരിക്കുന്ന സ്വത്രം. ഉറപ്പുള്ള വിശ്വാസിയാണ് ദൈവം ചിലത് ഏൽപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അവർ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവർ ചഞ്ചല ഹൃദയമുള്ളവരെ അല്ല ദൈവത്തിന് ആവശ്യം. ആടി ഉടയുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. പ്രശ്നങ്ങൾ വരുമ്പോൾ, വിഷയമൊക്കെ വരുമ്പോഴത്തേക്ക് പാട്ടുകാരൻ പറഞ്ഞു, ആരോ ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചരമഗീതം പാടി സമയമാ രഥത്തിൽ എന്നുള്ള പാട്ട് ചരമഗീതം പാടി താടിക്ക് കൈ കൊടുത്തിരിക്കുകയല്ല നീ ചെയ്യേണ്ടത്. സ്വന്തം പറ. വിഷയത്തിന്റെ നടുവിലാണ് നീ ദൈവത്തിന്റെ മഹത്വം പറയേണ്ടത്. വിഷയത്തിന്റെ നടുവിലാണ് നീ സ്വത്രം പറയേണ്ടത്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുപോലെ, നമുക്ക് ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ നിന്റെ വായിൽ കൂടി വരുന്ന സ്വത്രത്തിന് പോകാൻ പറ്റും. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത മേഖലകളില് മാനുഷികമായിട്ടുള്ള കണക്കുകൂട്ടികൾ തെറ്റാം. പക്ഷെ ഇന്ന് മകൾ പറയട്ടെ, നിന്റെ നാവിൽ കൂടി വരുന്ന സ്തോത്രത്തിന് ആ ഗന്ധത്തെ അടിച്ചു മാറ്റുമോ? സ്തോത്രം പറ, സ്തോത്രം പറ. സ്തോത്രം ചെയ്തു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടല്ലോ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സ്തോത്രം ചെയ്യുന്നു. ന്യായവിസ്താരത്തിന് തെറ്റുകൾ ചെയ്തവരെ വിസ്തരിക്കുവാൻ ഇരുന്ന സന്ദർഭത്തിൽ ഒരു പടയാളി പിടിച്ചുകൊണ്ട് വേറൊരു പടയാളി തന്റെ മുമ്പിൽ കൊണ്ടുവന്നു. സ്തോത്രം. തന്റെ കുറ്റം വായിക്കാൻ പറഞ്ഞു. കുറ്റം ഇങ്ങനെയാണ്. സ്തോത്രം. യജമാനനെ, രാജാവേ, ഇവന്റെ കൃത്യനിർവഹണത്തിൽ ഇവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉറങ്ങി. ഇവന്റെ ഡ്യൂട്ടിക്കിടയിൽ ഇവൻ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി എന്ന് അലക്സാണ്ടർ ചക്രവർത്തിയോട് ആ പടയാളി പറയുവാനിടയായിട്ടു. അലക്സാണ്ടർ ചക്രവർത്തി ആ പടയാളി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സ്വത്രം, ഈ പറയുന്നത് ശരിയാണോ? സോറി, ആദ്യം ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഈ പടയാളിയോട് അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഹലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ പടയാളി പറഞ്ഞു, അലക്സാണ്ടർ. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. വീണ്ടും പറഞ്ഞു, അലക്സാണ്ടർ. കോപാകുലനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ കസേരയിൽ നിന്ന് പീഠത്തിൽ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, കോപത്തോടെ ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അലക്സാണ്ടർ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു, അലക്സാണ്ടർ. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എന്റെ പേര് നീ വെച്ചുകൊണ്ട്, എന്റെ പേര് നീ ധരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകിൽ നിന്റെ സ്വഭാവം മാറ്റുക, സ്തോത്രം ചെയ്യും, അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റാൻ പറഞ്ഞു. ഒന്നുകിൽ നിന്റെ മനോഭാവം മാറ്റുക, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, ഒന്നുകിൽ നിന്റെ സ്വഭാവം മാറ്റുക, അല്ലെങ്കിൽ എന്റെ പേര് വഹിച്ചുകൊണ്ട് ഉദാസീനതയോടെ ഈ രാജ്യത്തിൽ കൃത്യനിർവഹണത്തിൽ നിന്ന് അത് ചെയ്യേണ്ടത് നീ ഉറങ്ങുന്നവനായിട്ട് തീർന്നു പോയെന്ന് അലക്സാണ്ടർ ചക്രവർത്തി ചോദിക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഉറപ്പുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ ആടി ഉലഞ്ഞിരിക്കുന്ന വിശ്വാസിയല്ല ദൈവത്തിന് ആവശ്യം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഉറപ്പുള്ളവനായിട്ട്. അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഇന്ന് മുതൽ നിന്റെ പേര് പത്രോസ്. നിന്നെ ഉറപ്പുള്ളവനാക്കി ഞാൻ മാറ്റി. സ്വത്രം, സ്തോത്രം, സ്തോത്രം പറ, സ്വത്രം പറ, സ്വത്രം പറ. രക്ഷിക്കപ്പെട്ടിട്ട്, സ്നാനപ്പെട്ടിട്ട്,
ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വചനത്തിൽ കൂടി ഒരാളോട് പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു. നീ നിന്റെ ജോലി നോക്കിയല്ല പോകേണ്ടത്. സ്തോത്രം പറയട്ടെ, നീ നിന്റെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്. നീ ഉറപ്പില്ലാത്തവനായിട്ടല്ല ജീവിക്കേണ്ടത്. നീ ആദ്യം ഉലയുന്നവനായിട്ടല്ല ജീവിക്കേണ്ടത്. ഉറപ്പുള്ളവനായിട്ട് നീ മുന്നോട്ട് വരുമ്പോ അങ്ങനെ അവന്റെ പേര് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പേര് മാറ്റിയിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ മാനുഷിക കണക്കുകൂട്ടലിലെല്ലാം തെറ്റിപ്പോയ ഒരു സന്ദർഭമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കേണ്ട 1 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവൻ തിബരിയാസ് കടലും ഗെന്നസരേത്ത് തടാകവും ഗലീല കടൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ശുദ്ധ ജല തടാക നദിയായിരുന്നു ഈ ഗെന്നസരേത്ത് തടാകം എന്ന് പറഞ്ഞത്. കർത്താവ് ശീമോനടുത്ത് വന്ന് ശീമോനോട് പറയുകയാണ്, സ്തോത്രം, ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാൻ പറഞ്ഞു? മാനുഷിക കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയ രാത്രി എന്നോട് വരണേ. കർത്താവ് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരുമിച്ച് അറിയാവുന്ന ഒരു വാക്യമാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് അതിൽ കൂടി എനിക്ക് നൽകുവാൻ കഴിയുന്നത്. നീ ആഴത്തിലേക്ക് നോക്കി അവൻ വലയിറക്കാൻ പറഞ്ഞു. സ്വത്രം ഒരു നിമിഷം ശീമോൻ അല്ലെങ്കിൽ പത്രോസ് ഒരു നിമിഷം പിറകോട്ട് ചിന്തിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്താ ചിന്തിച്ചത്? എന്തായത്? അന്ത്രയോസ് യേശുവിന്റെ അരികിലേക്ക് എന്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ നാഥന്റെ അരികിലേക്ക് ഒരിക്കല് അന്ത്രയോസ് എന്നെ കൊണ്ടുവന്നപ്പോൾ എന്നെ അടികൂടി നോക്കിയിട്ട് എന്റെ അപ്പന്റെ പേര് വിളിച്ചു പറഞ്ഞു, യോഹന്നാന്റെ മകനെ. സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എന്റെ പേര് മാറ്റിയവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദൈവം. സ്വന്തം പറ. പിറകോട്ട് ഒരു നിമിഷം ശീമോൻ ചിന്തിച്ചു കാണാൻ സാധ്യതയുണ്ട്. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ഭാവനയിൽ കാണുകയാണ് അങ്ങനെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം നിസാരനായ ഒരു ദൈവമല്ല. എന്റെ പേര് വെളിപ്പെടുത്തിയ ദൈവം, എന്റെ പേര് വെളിപ്പെടുത്തിയ ദൈവം, എന്റെ പേര് മാറ്റിയ ദൈവം, എന്നെ ഉറപ്പുള്ളവനാക്കിയ ഒരു ദൈവമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് നിസാരനായ ഒരു ദൈവമല്ല. ആ ദൈവം എന്നോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി പലകിടക്ക്. അപ്പോൾ ഞാൻ പറയുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ച് എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ രാത്രി. സ്വന്തം ദൈവാത്മാവിന്റെ പകൽക്കാലം പറയട്ടെ, നിനക്ക് എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര നീ മീൻ പിടിക്കുവാൻ കഴിവുള്ളവനാണെങ്കിലും, വലയിറക്കുവാൻ നീ കഴിവുള്ളവനാണെങ്കിലും പറയട്ടെ, ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി മാറും. എനിക്ക് കഴിവുള്ളവനാണ്. ഗലീല കടലിന്റെ ആഴം എനിക്കറിയാം, വീതി എനിക്കറിയാം, നീളം എനിക്കറിയാം, എവിടെ മീൻകൂട്ടം ഉണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു മുക്കുവനാണ്. സ്തോത്രം ചെയ്ത് ഏത് സ്ഥലത്ത് വല ഇറക്കിയാൽ കിട്ടുമെന്നും എനിക്കറിയാം. ആർക്കറിയാം? പറഞ്ഞാട്ട്. പക്ഷെ മാനുഷിക കണക്ക് കൂട്ടുകൾ തെറ്റി. സ്വന്തം പറഞ്ഞാട്ടെ, ദൈവാത്മാവ് ആരോടോ ശക്തമായി വെളിപ്പാട് പറയട്ടെ, നിന്റേതായ ശക്തിയും നിന്റേതായ ബുദ്ധിയും നിന്റേതായ മാനുഷിക കണക്ക് കൂട്ടലുകൾ കൊണ്ട് നീ ദൈവസന്നിധി വരരുത്. സ്തോത്രം പറ. അമ്മയെ, എനിക്ക് വലിയ കഴിവുണ്ട്, ബലമുള്ളവനാ. സ്തോത്രം. ഏത് സ്ഥലത്തേക്ക് ആരോഗ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർ അഹങ്കരിച്ചൊക്കെ പോകുന്നവരെയൊക്കെ എനിക്ക് ഒരുപാട് എണ്ണത്തിന് അറിയാം. ഞാൻ ബലമുള്ളവനാ, എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്തത്. ഏത് സ്ഥലത്ത് വല വീശിയാൽ എനിക്ക് കിട്ടുമെന്നും എനിക്കറിയാം. ഈ വിളക്കണ്ട. സ്തോത്രം ചെയ്ത് മാനുഷിക കണക്ക് കൂട്ടലുകളെല്ലാം അന്ന് രാത്രി ഗലീല കടലിൽ സ്തോത്രം തന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആഴത്തിലേക്ക് മല ഇറക്കുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി സ്തോത്രം രാത്രി മൊത്തം അധ്വാനിച്ചു. എന്റെ മാനുഷിക കണക്ക് കൂട്ടലുകൾ തെറ്റി ഞാൻ പിന്നോട്ട്
എനിക്കറിയത്തില്ല ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നത്. നിനക്കൊരു കണക്കുകൂട്ടലുണ്ടല്ലേ? സ്തോത്രം, സ്തോത്രം. ബാങ്ക് ഡിപ്പോസിറ്റ് ഒരു പക്ഷെ കാണാം, മക്കൾക്ക് ജോലി കാണാം കേട്ടോ. സ്തോത്രം. നല്ല വീട് കാണാം, മനോഹരമായ വീടൊക്കെ വെച്ച് തമ്പുരാൻ നല്ല മനോഹരമായ വീടൊക്കെ തന്നില്ലേ? എളിയരുത്. സമയമുള്ളപ്പോൾ ആരാധനയ്ക്ക് വന്ന് സ്വത്രം പറഞ്ഞോണം. സ്വത്രം പറ. അഹങ്കരിച്ച വിടത്തില്ല ദൈവം. നിന്നെ അടിച്ചു ദൈവം തകർത്തു പറയും. സ്വത്രം പറഞ്ഞാട്ട് സ്വത്രം. നിന്റെ ബുദ്ധി നിന്റെ കഴിവുകൊണ്ടല്ലേ പോകുന്നത്. അവൻ സാഹചര്യം ഉണ്ടായിട്ടും അവൻ അന്തരീക്ഷം അനുകൂലമല്ലെങ്കിലും നീ ദൈവത്തിന്റെ സ്ഥലം മുട്ടുമടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് ശാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ. നിന്റെ മാനുഷിക കണക്ക് കൂട്ടലുകൾ, നീ ചെയ്യുന്ന ബിസിനസ്, നീ ചെയ്യുന്ന സകലതും നശിക്കുന്ന ഒരു സമയമുണ്ട്. എനിക്കറിയാം ഇത് അങ്ങോട്ട് ഏറ്റെടുക്കാൻ സാധ്യത കുറവാ. സ്വത്രം പറ, സ്വത്രം പറ, സ്വത്രം പറ. എന്താ എന്താ ആരാധനയ്ക്ക് വരാതെ ചോദിക്കുമ്പോ പറയുന്നത്? പശുവുണ്ട്, വീടുണ്ട്. സ്വന്തം വീടിന് കാവല് വേണം. കൊച്ചുങ്ങളുണ്ട്, കൊച്ചുങ്ങളെ തന്നവൻ എടുക്കാൻ കഴിയും. സ്വത്രം പറ. ഒരുപക്ഷെ കഠിനമായ ദൂതാണെങ്കിലും സ്വത്രം പറഞ്ഞാട്ട് അഹങ്കരിക്കരുത്. നീ ഓടുന്ന വാഹനം ബ്രേക്ക് പൊട്ടിപ്പോയാൽ മതി. സ്വത്രം പറഞ്ഞാട്ട് നീ ഓടുന്ന വാഹനത്തിൽ ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. നിന്റെ മാനുഷിക കണക്കുകൂട്ടലല്ല. സ്വത്രം പറ. സ്തോത്രം പറഞ്ഞാട്ട് എന്നോട് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു സഭയിൽ ഞാനായിരുന്ന സന്ദർഭത്തില് സ്വത്രം ചെയ്തു. ഇഷ്ടം പോലെ സ്വത്തുള്ള ഒരു ഭവനം അമേരിക്കയിലാണ് അവര് കുടുംബമായി താമസിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്ത് എന്താ സംഭവിച്ചത്? വിസ്താരഭയത്താൽ അതിന്റെ പകൽക്കാലം പരസ്യ പ്രസ്താവന ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലിയുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? സ്തോത്രം ചെയ്യുന്നു. ഓരോ തലമുറകൾക്ക് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. മാനുഷിക കണക്കൂട്ടിനനുസരിച്ച് ലോകപ്രകാരം മുന്നോട്ട് പോയി. എനിക്ക് സമ്പത്തുണ്ട്, എന്റെ തലമുറകൾക്കെല്ലാം നല്ല ജോലിയുണ്ടെന്ന് പറഞ്ഞ് മാനുഷിക രീതിയിൽ മുന്നോട്ട് പോയ ആ കുടുംബത്തെ ദൈവം ന്യായം വിധിച്ചു. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ദൈവസഭയ്ക്ക് അകത്തുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത്. കർത്താവിന് സ്വത്രം ചെയ്യുന്നു. തലമുറകളെല്ലാം ദൈവം ന്യായം വിധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? മാനുഷിക കണക്ക് കൂട്ടലുകൾക്കനുസരിച്ച് നീ മുന്നോട്ട് പോകരുത്. അതെല്ലാം പരാജയപ്പെടുന്ന ഒരു സമയമുണ്ട്. അതാവും പറഞ്ഞത്. രാത്രി ഒത്തു അധ്വാനിച്ചു നാഥ, മാനുഷിക കണക്ക് കൂട്ടലെല്ലാം തെറ്റി. സ്വത്രം പറ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി പറ, പറ. അവന്റെ കൽപ്പന അനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി വരാം. സ്വത്രം 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 സ്വത്രം. ആഴത്തിലേക്ക് നീക്കി മലകിറക്കിയപ്പോൾ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു മീൻപിടുത്തം. സ്വത്രം പറ, സ്വത്രം പറ. കാരണം പറഞ്ഞവനാരാ? പറ. സ്വത്രം സ്വത്രം പറ. സൃഷ്ടാവാ പറഞ്ഞല്ലേ? ഇനി നോക്കിക്കേ, ഈ സൃഷ്ടാവാണ് ഈ ഗലീലക്കടലിനെ സൃഷ്ടി ചെയ്തത്. അവൻ ഇതിനകത്ത് എന്തെല്ലാം ആഴത്തിൽ കിടക്കുന്ന ഏത് തരത്തിലുള്ള ജലജന്തുക്കളുണ്ടെന്ന് അതെല്ലാം സൃഷ്ടി ചെയ്തത് സൃഷ്ടാവാണ്. നോക്കിക്കേ, സൃഷ്ടാവിന്റെ മുമ്പിൽ അവൻ സൃഷ്ടികൾക്ക് അനുസരിക്കാൻ കഴിയത്തില്ല. അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. സൃഷ്ടികൾക്ക് അനുസരിച്ചേ പറ്റൂ. അപ്പൊ സൃഷ്ടാവ് അവൻ കൽപ്പന കൊടുത്ത് അവൻ പത്രോസിന്റെ വലയ്ക്കകത്ത് ഈവൻ പോലും കാണാത്ത വിധത്തില് ഒരു പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സൃഷ്ടികളെല്ലാം പ്രിയപ്പെട്ടവരെ ആ വലയ്ക്കകത്ത് അവൻ അതിൽ പെരുത്തവരനുഭവമായി വെളിപ്പെട്ടതുപോലെ സ്വോത്രം 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 പ്രിയ ദൈവത്തിന്റെ പൈതലേ സ്തോത്രം ചെയ്യണം. അവൻ ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മാൻ ഈസ് ഗോഡ് ഓപ്പർച്യൂണിറ്റി. ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്. സ്വത്രം, മനുഷ്യന്റെ കഴിവെല്ലാം പരാജയപ്പെടുമ്പോൾ അവൻ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സുവർണാവസരമാണ്. ഇന്ന് പകൽ നിന്റെ സ്വയം കൊണ്ടുപിടിക്കരുത്, അകന്ത കൊണ്ടുപിടിക്കരുത്.
നിന്റെ മസിൽ പവർ കൊണ്ട് പിടിയിരിക്കരുത്. സ്വത്രം പറ. സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്വത്രം പറഞ്ഞോണം. സ്വത്രം പറഞ്ഞിട്ട് ആരാധിക്കാൻ നിനക്ക് ആരോഗ്യമുള്ളിടത്തോളം നീ ആരാധിച്ചോണം. വിലയിരുത്താൻ ഇരിക്കരുത് ഇവിടെ. സ്വത്രം പറ. സ്വത്രം പറ. സ്വത്രം പറഞ്ഞിട്ട് എന്റെ മാനുഷ്യ കഴിവുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇന്നപ്പെട്ട ആത്മാവിന്റെ വിടുതല നടക്കേണ്ട. സ്വത്രം സ്വത്രം പറഞ്ഞേ. സ്വത്രം സ്വത്രം പറഞ്ഞിട്ട് സ്വത്രം 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 മാനുഷിക കണക്കുകൂട്ടലുകൾ എന്ന് പറഞ്ഞതുപോലെ കാനാവിലെ വീട്ടിൽ തെറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ മൂന്നാമത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മൂന്നാമത്തെ പാഠം സ്വത്രം. എത്ര കഴിവുള്ളവരാണെങ്കിലും നാം നിസ്സഹായരാകാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു സ്തോത്രം ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് എത്ര കഴിവുള്ളവരാണെങ്കിലും നാം എന്ത് ചെയ്യാം? എനിക്കെല്ലാം സാധിക്കും എന്ന് പറയുന്നവനെ കൊണ്ട് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറയിക്കുന്നവനാണ് എന്റെ ദൈവം. സ്വത്രം പറ. സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം 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 സ്വത്രം. നമുക്കറിയാം ഒറ്റ പോയിന്റ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലെ ദാവീദിനും ശലോമോനും ശേഷം ഏറ്റവും കരുത്തനായ ഒരു രാജാവായിരുന്നു യെഹോശാഫാത്ത് രാജാവ്, അല്ലെ? 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലുണ്ട്. ആ യെഹോശാഫാത്ത് രാജാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വാചകം 20-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണും. എന്താണെന്നറിയാമോ പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ സമൂഹത്തെ എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾക്ക് എന്തില്ല പറഞ്ഞാട്ട് തന്റെ നിസ്സഹായാവസ്ഥ ദൈവത്തോട് എന്ത് ചെയ്യാൻ? അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് യുദ്ധസാമഗ്രികളുണ്ട്, നിങ്ങൾക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. ഭടന്മാരുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ തന്റെ നിസ്സഹായാവസ്ഥ അവർ അറിയിക്കുക. മനസ്സിലാവുന്ന ഞാൻ മാനുഷിക കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി. ഇനി തന്റെ നിസ്സഹായ അവസ്ഥ കാനാവിന്റെ വീട്ടില് മനസ്സ് അത് വെളിപ്പെടുത്തിയ. അപ്പൊ നമ്മുടെ നിസ്സഹായ അവസ്ഥ എന്ത് ചെയ്യണം? ദൈവത്തോടൊന്ന് അറിയിക്കണം. യെഹോശാഫാത്ത് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ നേരെ വരുന്ന ഈ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് എന്തില്ല പറഞ്ഞാട്ട്? ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. ഞാൻ ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു മനുഷ്യരുടെ ഓഫീസില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ നന്നായിട്ട് ജീവിച്ച് നല്ലൊരു കുടുംബമായിരുന്നു. ആ ജോലി ഒരു സംഭവം ഞാൻ കേട്ടതാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൽ പെട്ടെന്ന് തന്റെ വീട്ടിൽ നിന്നൊരു ഫോൺ വരികയാണ്. തന്റെ ഭാര്യ സുഖമില്ലാതായിരിക്കുന്നു, വളരെ പ്രയാസത്തിൽ കൂടി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ആ ഫോൺ കോള് കാത്തുവെച്ച ആ സന്ദർഭത്തില് രണ്ടാമതൊരു കോള് വരുന്നു. തന്റെ കുഞ്ഞ് അതായത് സ്കൂൾ വീണ് കൈയൊടിഞ്ഞു പോയി പറഞ്ഞു. സ്തോത്രം. മൂന്നാമത് അത് കേട്ട് മൂന്നാമത് താനിങ്ങനെ വീണ്ടും ഒരു കോൾ വരികയാണ്. തന്റെ പശു കിണറ്റിൽ വീണുപോയി. കൂടെയുള്ള ഓഫീസ് ജോലി ചെയ്യുന്നവരോട് പറഞ്ഞ് ഒരു കസേര എനിക്ക് തരിക, 5 മിനിറ്റ് ഞാൻ തിരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയരെ, എന്താ സംഭവിച്ചതറിയാമോ? സ്തോത്രം ചെയ്യുന്നു. തന്റെ നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി വിഷയങ്ങൾ കടന്നു വരിക. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ ആരോട് അറിയിക്കണം പറഞ്ഞാട്ട്? ദൈവത്തോട് അറിയിക്കണം. സ്തോത്രം. ഇനി ഞാൻ പറയാം, ഇതിന്റെ നടുവിൽ മാനുഷ്യ കണക്കുകൂട്ടലെല്ലാം തെറ്റി. അടുത്തത് സ്തോത്രം ചെയ്യുന്നു. എന്നോട് സഹകരിക്കുന്നുണ്ടല്ലോ. അടുത്തതായിട്ട് നിസ്സഹായ അവസ്ഥ എന്ത് ചെയ്തു? അവിടെ വെളിപ്പെട്ട് വരികയാണ്. മൂന്നാമതായിട്ട് ഇതിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ട് എന്തോ വേണം പറഞ്ഞാട്ട് പറ. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. മോശ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തിരുസാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ല എങ്കിലായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം വീട്ടിലുണ്ടാകണം. വീട്ടിലുണ്ടോ? സ്വത്രം പറ. സ്വത്രം പറഞ്ഞാട്ട് എന്നോട് ചേർന്ന് സ്വത്രം പറഞ്ഞാട്ട് സഹകരിക്കുന്നുണ്ടോ നിങ്ങള്? കാനാവിലെ വീട്ടിലെ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരാം. രണ്ടാമത്തെ പാഠം എന്താണ്? മാനുഷിക കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോകാം. മൂന്നാമതായിട്ട് നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ കൂടി നമ്മൾ കടന്നു പോകാം. കാനാവിലെ 3 സംഭവങ്ങളാണ്. ഈ സമയത്ത് എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? പറഞ്ഞിട്ട് ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ വരണം. സ്തോത്രം പറ.
ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അവൻ മാനുഷിക കണക്കുകൂട്ടലുകളെല്ലാം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലാണോ? പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഭാരപ്പെട്ടു പോകേണ്ട. സ്വത്രം പറ, സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം 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 സ്വത്രം. നമ്മൾ എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? അവൻ വിശദീകരണത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവിന് സ്വത്രം ചെയ്യുന്നു. അവൻ നമുക്കറിയാം ഏലിശ, അവൻ ഏലിശയുടെ ശിഷ്യന്മാർ കടന്നു വന്നിട്ട് ഏലിശയോട് പറഞ്ഞൊരു സംഭവം ഒരു പക്ഷേ നിങ്ങൾക്കറിയാം. എന്താ ഏലിശയോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇടുങ്ങിയ സ്ഥലമാണ്, അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊന്ന് വിശാലപ്പെടുത്തുവാൻ ഒരു അവസരം ഒരുക്കണം. ഏലിശ സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. സ്തോത്രം. അതിലെ ശിഷ്യന്മാർ, ഏലിശയുടെ കൂടെ ഉള്ള ഒരു ശിഷ്യൻ ഏലിശയോട് പറഞ്ഞു, അത് പറ്റുകയില്ല, നീ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? സ്തോത്രം പറ. നീ ഞങ്ങളുടെ കൂടെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം യോർദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻകാടാ. സ്വത്രം പറഞ്ഞാട്ട് അവിടെ ആ വൻകാട്ടിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയില്ല. സ്വത്രം. ആ വൻകാട്ടുകളിൽ ഘോര മൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്ത് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. സ്വത്രം പറ. സ്വത്രം പറഞ്ഞാട്ട് എത്ര വിശാലമായി ചെയ്യണമെങ്കിലും ഓക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ മകൻ പറയട്ടെ, അവൻ ദൈവസാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകാം. നമ്മുടെ നിസ്സഹായമാകുന്ന സമയത്ത് ഇന്ന് പല പരിശുദ്ധാത്മ പറയട്ടെ, അവൻ ദൈവസാന്നിധ്യം. ഞാൻ ദൈവസാന്നിധ്യം ഉണ്ടോ? ദൈവസാന്നിധ്യം ഉണ്ടോ? ഈ ദൈവസാന്നിധ്യം ഇല്ല എന്നുള്ള തെളിവാ ഈ ആരാധന കാണുമ്പോ അറിയാം. സ്വത്രം പറയുന്നില്ലല്ലോ. സ്വത്രം പറ. ദൈവസാന്നിധ്യം വേണ്ടേ? നിങ്ങൾ എന്നോട് ഉണ്ടോ? ദൈവസാന്നിധ്യം വേണ്ടേ? നമ്മുടെ ഈ സ്വത്രവും ഈ സ്തുതിയൊക്കെ കാണുമ്പോൾ അറിയാം ദൈവസാന്നിധ്യം ഉണ്ടോ ഇല്ല. ഞാൻ ഇളക്കി പെരുപ്പത്തിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഇമോഷൻ അങ്ങനെയല്ല പറയുന്നത്. അതും ഉണ്ട്, അതും ഇതിനകത്തൊരു ഘടകമാണ്. പക്ഷേ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വത്രവും സ്തുതിയും ആരാധന കാണുമ്പോൾ അറിയാം. സ്വത്രം പറഞ്ഞ് എന്നോട് സഹകരിക്കുന്നുണ്ടോ? ദൈവസാന്നിധ്യം ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ, നിന്റെ വീട്ടിൽ ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ, നിന്റെ തലമുറയുടെ ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. അവൻ യോർദാൻ വൻകാടുകളുണ്ട് കേട്ടോ, വൻകാടുകളുണ്ട്. എത്ര വിശാലമായി പണിയാൻ പോയാലും നീ പരാജയപ്പെട്ടു പോകും. പക്ഷെ യേശുവോട് ശിഷ്യന്മാർ പറയുകയാണ്, അവൻ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം. യോർദാൻ വൻകാടാണ്, അവിടെ ശക്തമായ ഘോര മൃഗങ്ങളുണ്ട്, പക്ഷെ നിന്റെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. എത്ര വിശാലമായി നീ മുന്നോട്ട് പോയാലും, എന്തെല്ലാം കരുതി കൂട്ടി നീ മുന്നോട്ട് പോയാലും, എന്തെല്ലാം കണക്കുകൾ കൂട്ടി നീ മുന്നോട്ട് പോയാലും അതെല്ലാം തെറ്റിപ്പോകുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പകലിന്റെ നിസ്സഹായ അവസ്ഥ അവൻ എന്റെ യേശുവിനോട് അറിയിക്ക്, എന്റെ കർത്താവിനോട് അറിയിക്ക്. കർത്താവേ, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? എനിക്ക് കഴിവില്ല, എന്റെ നിസ്സഹായ അവസ്ഥ തന്നെ അറിയിക്കുന്നു. അതെ, ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പല വിഷയങ്ങളും പരിഹരിക്കപ്പെടും. കാനാവിലെ വീട്ടിൽ വീതി തുറന്നു പോയ ആ സന്ദർഭത്തിന് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ, മാനുഷികമായിട്ടുള്ള കണക്കുകൂട്ടുകൾ തെറ്റിയപ്പോൾ, അവരുടെ നിസ്സഹായ അവസ്ഥകൾ ആമെ തുറന്നു പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിച്ചെങ്കിൽ, ആ പോരായ്മ പരിഹരിച്ചെങ്കിൽ ദൈവാത്മാവിനും ശക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവസാന്നിധ്യം കൂടെ വരട്ടെ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം വരട്ടെ. നിന്റെ ഭവനം ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. നിന്റെ ഭവനകത്ത് ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ മാനുഷ്യ കണക്കൂട്ടം തെറ്റിപ്പോകും. എത്ര വിശാലമായി പണിയാൻ നോക്കിയാലും, എന്തെല്ലാം നീ കരുതിക്കൂടാൻ നോക്കിയാലും അതെല്ലാം പരാജയപ്പെടും. പക്ഷെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ, എന്നോട് ദൈവാത്മ പറയുന്നത്, യോർദാൻ വൻകാടാണ്, അവിടെ ഘോര മൃഗങ്ങളുണ്ട്. നിനക്ക് ഒറ്റയ്ക്ക് പോയി അത് വിശാലമാക്കാൻ പറ്റുകയില്ല.